നമ്മുടെ ഇന്ത്യ നാശത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇന്ത്യക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല. ഇന്ത്യയുടെ തകർച്ചയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു വാർത്തയിലേക്ക് പോകാം. റഫേൽ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആ റഫേൽ യുദ്ധവിമാനങ്ങൾ വലിയ തോതിൽ ഇനി നമ്മുടെ രാജ്യം നിർമ്മിക്കും. നാഗ്പൂരിൽ നിന്നാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കായി നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഫ്രഞ്ച് വ്യോമയാന ഭീമനായ ദസോൾട്ട് ഏവിയേഷൻ മിഹാൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ നിലവിലുള്ള ദസോൾട്ട് റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ് അഥവാ DRAL ഫെസിലിറ്റിയിലാണ് പൂർണ്ണമായ ഒരു അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ മിഹാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി മോഡൽ ഇന്റർനാഷണൽ കാർഗോ ഹബ് ആൻഡ് എയർപോർട്ട് അറ്റ് നാഗ്പൂർ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ഫ്രാൻസിന് പുറത്ത് റഫേൽ ജെറ്റ് നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രോസസ് നടക്കുന്ന ആദ്യത്തെ നഗരമായി നാഗ്പൂർ മാറുകയാണ്. പ്രതിമാസം 2 റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. ഞാൻ ശരിക്കും വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് കേട്ടോ. നേരത്തെ നമ്മുടെ രാജ്യം യുദ്ധവിമാന ചിറകുകൾ അതുപോലെ തന്നെ ഫ്യൂസ്ലേജ് പോലെയുള്ള ചില പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഒരു യുദ്ധവിമാനത്തിന്റെ പൂർണ്ണ അസംബ്ലിയിലേക്കുള്ള വികാസം ശരിക്കും ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ വ്യോമയാന മേഖലകളിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തെ തന്നെയാണ് അടിവരയിടുന്നത്. ഫ്രാൻസിലെ നിലവിലെ ഉൽപാദന സമയപരിധിയേക്കാൾ വേഗത്തിൽ നമ്മുടെ രാജ്യത്ത് ഉൽപാദനം ആരംഭിക്കാൻ കഴിയുമെന്നതാണ്. യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ ഒഴിവ് നികത്താൻ ഇനി ഇന്ത്യയെ സഹായിക്കുക നാഗ്പൂർ സിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ റഫേൽ ജെറ്റുകളുടെ ഒരു പ്രധാന കയറ്റുമതിക്കാരായി നമ്മുടെ രാജ്യം മാറുകയും ചെയ്യും. ഉദാഹരണത്തിന് 42 റഫേലുകൾക്ക് ഓർഡർ നൽകിയ ഇന്തോനേഷ്യയ്ക്ക് ഇനി നാഗ്പൂർ ഹബിൽ നിന്നാകും ജെറ്റുകൾ ലഭിക്കുക. ഈ കയറ്റുമതി സാധ്യത നാഗ്പൂരിനെ ഫ്രാൻസിലെ ടുലൗസിനൊപ്പം ഒരു ആഗോള എയറോസ്പേസ് ഉൽപാദന കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുമെന്നതിൽ ഒരു സംശയവും വേണ്ട. മിഹാൻ സെസിലെ DRAL പ്ലാന്റ് ദസോൾട്ട് ഏവിയേഷനും റിലയൻസ് ADA ഗ്രൂപ്പും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ്. കൂടാതെ ഇതിനകം തന്നെ നിർണായക ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. പൂർണ്ണമായ അസംബ്ലി ലൈൻ കൂട്ടിച്ചേർക്കലോടെ ഈ ഫെസിലിറ്റി ഗണ്യമായി വികസിക്കുമെന്നതാണ്. എഞ്ചിനീയറിംഗ്, വ്യോമയാനം, ഘടക നിർമ്മാണം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലകളിലായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ അടക്കം ഈ ഒരു നീക്കം കൊണ്ട് സൃഷ്ടിക്കപ്പെടുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വളർച്ച നിരവധി അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ കാരണമാകും. അതുപോലെ തന്നെ ഈ ഒരു നീക്കം സാങ്കേതിക സാമ്പത്തിക എയറോസ്പേസ് ഹബ് എന്ന നിലയിൽ മിഹാന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2027-28 TASL അഥവാ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഫ്യൂസ്ലേജ് ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 2 ഫ്യൂസ്ലേജുകൾ വരെ ഉൽപ്പാദിപ്പിക്കും. ഈ ഫ്യൂസ്ലേജുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ചിറകുകൾ ഒഴിവാക്കി ഒരു വിമാനത്തിന്റെ ബാക്കി വരുന്ന ഭാഗത്തെയാണ്, അതായത് ആ കോക്പിറ്റ് അടക്കം വരുന്ന ഭാഗത്തെ ആ ക്യാപ്സ്യൂളിനെയാണ് ഫ്യൂസ്ലേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസിന്റെ പുറത്ത് ഇതാദ്യമായാണ് റഫേലിന്റെ ഫ്യൂസ്ലേജ് നിർമ്മിക്കുന്നത്. അത് ഇന്ത്യയിലാണ്. 60% പ്രാദേശികവൽക്കരണ നിലവാരം, ചെലവ് ഏകദേശം 30% വരെ കുറയ്ക്കുക, പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാനമായ ലക്ഷ്യം. പ്രതിരോധ സംഭരണ ബോർഡ് ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ നാഗ്പൂർ റഫേൽ ഉൽപാദന ലൈൻ 3 വർഷത്തിനുള്ളിൽ ആരംഭിക്കാനും നിലവിലുള്ള വിമാന കമ്പനികൾക്ക് പുറമെ 114 അധിക മൾട്ടി റോൾ ഫൈറ്റർ വിമാനങ്ങളുടെ വിതരണം ഏറ്റെടുത്ത് അത് വേഗത്തിൽ ആക്കാനും കഴിയുമെന്നതാണ്.